അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ്. മക്കളില്ലാതെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ പണമില്ലാതെ, അതായത് പണമില്ല എന്നുള്ളത് ഒരു ആവശ്യങ്ങൾക്കും പണം തികയാതെ വരുന്ന അവസ്ഥ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ, അതുപോലെ ജീവിതത്തിൽ ഒന്നിലും ഒരു നേട്ടവുമില്ല, പൈസ ഇല്ലാതെ അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്നവർ, അതുപോലെ തന്നെ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഒരു വീട് എന്ന സ്വപ്നം അവര് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഒരുപാട് നാളുകൾ കൊണ്ട് അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കടമില്ലാതെ ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് ദിക്റാണ് പതിവാക്കേണ്ടത്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ യാ ബാസിത്തു യാ അല്ലാ എന്ന നാമം 72 തവണയാണ് ചൊല്ലേണ്ടത്. ദിവസവും ചൊല്ലണം. അതായത് ഈ മൂന്ന് കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ദിക്റിനെ 72 തവണ ചൊല്ലുക. നിസ്സാരമല്ലേ? വളരെ എളുപ്പമല്ലേ? സുബഹിയുടെ നേരത്തോ ളുഹറിന്റെ നേരത്തോ കഴിവതും എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് അത് ചൊല്ലുക. തീർച്ചയായിട്ടും അള്ളാഹു ഹൈറാക്കി തെരുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ ദുആയിൽ അവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും എല്ലാവരും കമന്റിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ അതിമഹത്തായ ദിക്ർ തീർച്ചയായിട്ടും നിങ്ങൾ പതിവാക്കുക. നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതായത് ഐശ്വര്യത്തിന്റെയും ബറക്കത്തിന്റെയും നന്മയുടെയും ഒക്കെ ദിക്റാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.